ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ യുദ്ധഭൂമിയിൽ തോൽവിയറിയാതെ കുതിക്കുന്ന ഫ്രഞ്ച് പടയുടെ പ്രകടനം കണ്ട് ഞെട്ടിയിരിക്കുന്നവരാണ് ഭൂരിഭാഗം വരുന്ന ഫുട്ബോൾ ആരാധകരും. 2018-ലും 2022-ലും ഇപ്പോഴത്തെ 2026-ലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഫ്രാൻസ് തുടർച്ചയായി മൂന്നാമതും വിശ്വ ഫുട്ബോൾ യുദ്ധത്തിന്റെ കലാശപ്പോരിൽ എത്തിയാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ദിദിയൻ ദശാംസിന്റെ തന്ത്രങ്ങളും ആരാലും തടുത്തു നിർത്താനാകാത്ത കിലിയൻ എംബാപ്പയുടെ നേതൃമികവും പോരാട്ടവീര്യവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന താരങ്ങളും ഫ്രാൻസിന്റെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉയർന്നൊരു ചോദ്യമാണ് അവരെ പിടിച്ചുകെട്ടാൻ ആർക്ക് സാധിക്കും എന്ന്. ആഗോള ഫുട്ബോളിലെ നിലവിലെ വമ്പന്മാരായ ഫ്രാൻസിനെ തളയ്ക്കാൻ നിലവിൽ ഈ ഭൂമിയിൽ ഒരേയൊരു രാജ്യത്തിന് മാത്രമേ സാധിക്കൂ എന്ന് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും വിഖ്യാത ഫുട്ബോൾ നിരീക്ഷകനുമായ ഗാരി നെവിൽ പറഞ്ഞതുപോലെ അതിനിപ്പോൾ ഒരു ഉത്തരമേ ഉള്ളൂ. അത് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീന. ഗ്രൂപ്പ് ഘട്ടത്തിലും നോക്കൌട്ട് റൗണ്ടുകളിലും എതിരാളികളെ ഒന്നുമല്ലാതാക്കുന്ന അസാധ്യ പ്രകടനമാണ് ഫ്രാൻസ് കാഴ്ചവെച്ചത് എങ്കിലും തന്ത്രപരമായി അവരെ നിലംപരിശാക്കാനുള്ള ആയുധങ്ങൾ അർജന്റീനയുടെ പക്കൽ മാത്രമാണുള്ളത്. അർജന്റീനിയൻ കളിക്കാരുടെ അസാധാരണമായ പോരാട്ട വീര്യവും കളിയിലെ അഗ്രസീവ് ശൈലിയും സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള അവരുടെ പരിചയ സമ്പത്തുമാണ് അവരെ മറ്റെല്ലാ ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സാധാരണ കേരളത്തിൽ പറയുന്നത് പോലെ മെസ്സി ഉള്ളത് കൊണ്ട് മാത്രം അർജന്റീൻ ഫാൻ ആയവരല്ല, മറിച്ച് അവരുടെ കളിശൈലി കണ്ട ആരാധകരായവരാണ് യഥാർത്ഥ ഫുട്ബോൾ സ്നേഹികൾ. ആ പ്രകടനമാണ് അർജന്റീനയെ വേറിട്ട് നിർത്തുന്നത്. ഫ്രാൻസിന്റെ വമ്പൻ മുന്നേറ്റങ്ങളെ നെഞ്ചുവിരിച്ച് നേരിടാനും അവരുടെ വേഗതയെ തടയാനും നിലവിലെ അർജന്റീനയ്ക്ക് മാത്രമേ കൽപ്പുള്ളൂ എന്ന് വിദഗ്ധരും ശരിവെക്കുന്നുണ്ട്. ടൂർണമെന്റിൽ ഉടനീളം കേവലം ഒരൊറ്റ ഗോള് മാത്രം വഴങ്ങി മുന്നേറുന്ന അർജന്റീനയുടെ ഡിഫൻസ് ലൈൻ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കോട്ടയായി മാറിക്കഴിഞ്ഞു. എതിരാളികളുടെ കാലുകളിൽ നിന്ന് പന്ത് തട്ടിയെടുക്കുന്ന കൃത്യതയാർന്ന ടാക്ലിങ്ങുകളും ബോക്സിനുള്ളിലെ പ്രതിരോധ തന്ത്രങ്ങളിലും അർജന്റീനയാണ് ഇപ്പോൾ ടൂർണമെന്റിൽ മുന്നിൽ നിൽക്കുന്നത്. മറുഭാഗത്ത് തങ്ങൾ കളിച്ച എല്ലാ മത്സരങ്ങളിലും ആധികാരിക വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിയാണ് ഫ്രാൻസ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിലും തുടർന്ന് സെനഗൽ, ഇറാഖ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ കരുത്തരായ ടീമുകളെ വലിയ മാർജിനുകളിൽ തകർത്തെറിഞ്ഞ ഫ്രഞ്ച് പട ടൂർണമെന്റിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടിയ റെക്കോർഡും തങ്ങളുടെ പേരിൽ കുറിച്ചിട്ടുണ്ട്. ആകെ 13 ഗോളുകളാണ് ഫ്രഞ്ച് സ്ട്രൈക്കർമാർ എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയത്. റയൽ മാഡ്രിഡ് താരം കൂടിയായ കിലിയൻ എംബാപ്പെ 6 ഗോളുകളുമായി ഗോൾ വേട്ടക്കാരിൽ മുന്നിൽ നിൽക്കുമ്പോൾ 4 ഗോളുകളുമായി ഉസ്മാൻ ഡെംബെലയും 2 ഗോളുകളുമായി ബ്രാഡ്ലി ബാർക്കോളയും തൊട്ടു പിന്നിലുണ്ട്. ഇതിനു പുറമെ 5 അസിസ്റ്റുകളുമായി കളം നിറങ്ങി കളിക്കുന്ന മൈക്കൽ ഒലീസയുടെ സാന്നിധ്യം ഫ്രാൻസിന്റെ ആക്രമണങ്ങൾക്ക് കടുത്ത മൂർച്ച കൂട്ടുന്നുണ്ട്. ഈ മാരക ഫോമിലുള്ള മുന്നേറ്റ നിരയെ തടുത്തു നിർത്തുക എന്നത് ലോകത്തിലെ ഏതൊരു പ്രതിരോധ നിരയ്ക്കും ചിന്തിക്കാൻ പോലും ആകാത്ത വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അർജന്റീനയുടെ പ്രതിരോധ കോട്ടയ്ക്ക് ഈ ഫ്രഞ്ച് വന്യതയെ മെരുക്കാൻ സാധിക്കുമെന്നാണ് ഫുട്ബോൾ ലോകത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ ടൂർണമെന്റിന്റെ ഫിക്സ്ചർ പ്രകാരം ഇരു ടീമുകളും വ്യത്യസ്ത പൂളുകളിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്നതിനാൽ തന്നെ ഇനിയുള്ള നോക്കൌട്ട് മത്സരങ്ങളിൽ പരാജയപ്പെടാതെ മുന്നേറിയാൽ 2022 ഖത്തർ ലോകകപ്പിലെ ഒരു ഇതിഹാസ ഫൈനലിന്റെ ആവർത്തനത്തിന് 2026 ലോകകപ്പും സാക്ഷ്യം വഹിച്ചേക്കാം. 2018 റഷ്യൻ ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ പോരാട്ടവും അതിനുശേഷം 2022 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലും ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്തതാണ്. ഫ്രാൻസിന്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ നിന്ന് അതിവേഗം അറ്റാക്കിലേക്ക് മാറുന്ന ട്രാൻസിഷനുകളാണ് അവരുടെ പ്രധാന കരുത്ത്. കിലിയൻ എംബാപ്പയുടെ അസാധ്യമായ വേഗതയും വിങ്ങുകളിലൂടെയുള്ള ഉസ്മാൻ ഡെംബെലയുടെ കുതിപ്പും ബോക്സിനുള്ളിൽ വലിയ അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മിഡ്ഫീൽഡിൽ മൈക്കൽ ഒലീസ നൽകുന്ന മനോഹരമായ പാസുകൾ ഫ്രഞ്ച് മുന്നേറ്റത്തെ കൂടുതൽ അപകടകരമാക്കുന്നുണ്ട്. ഫ്രാൻസിന്റെ ഈ അശ്വമേധത്തെ നേരിടാൻ അർജന്റീനയ്ക്ക് ചില പ്രത്യേക തന്ത്രങ്ങൾ തന്നെ പുറത്തെടുക്കേണ്ടി വരും. അർജന്റീനയുടെ മധ്യനിരയിലെ കരുത്തരായ കളിക്കാർ ഫ്രാൻസിന്റെ കൗണ്ടർ അറ്റാക്കുകളുടെ വേഗത കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കേണ്ടതുണ്ട്. ഫ്രഞ്ച് മിഡ്ഫീൽഡിനെ സമ്മർദ്ദത്തിലാക്കാനും പന്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാനും അർജന്റീനയുടെ ടാക്ടിക്കൽ ലൈനപ്പിന് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എംബാപ്പയ്ക്ക് കൃത്യമായ സ്പേസ് നൽകാതിരിക്കാൻ അർജന്റീനയുടെ ഡിഫൻസിന് ജാഗ്രത പുലർത്തേണ്ടി വരും. അന്താരാഷ്ട്ര സ്പോർട്സ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന അനലിറ്റിക്സുകൾ പ്രകാരം അർജന്റീനയുടെ നിലവിലെ സ്ക്വാഡ് ഡെപ്ത് വളരെ മികച്ചതാണ്. യുവതാരങ്ങളുടെ ചോരത്തിളപ്പും സീനിയർ കളിക്കാരുടെ പരിചയസമ്പത്തും കൃത്യമായി സമന്വയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ ടൂർണമെന്റുകളുടെ ഫൈനലുകളിലും നിർണായക മത്സരങ്ങളിലും കളിച്ച് പരിചയമുള്ള അർജന്റീനയുടെ മാനസിക കരുത്ത് ഫ്രാൻസിനേക്കാൾ ഒരു പടി മുകളിലാണ്.
ഒരു ഫ്രാൻസ് അർജന്റീന പോരാട്ടം നടക്കുകയാണെങ്കിൽ അത് വെറും ഒരു മത്സരമായിരിക്കില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കിങ്ങിനും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായിരിക്കും. എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് പട 13 ഗോളുകളുമായി തങ്ങളുടെ അറ്റാക്കിംഗ് ശൈലി തെളിയിച്ചു കഴിഞ്ഞതാണ്. മറുഭാഗത്ത് ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങിയ അർജന്റീന തങ്ങളുടെ പ്രതിരോധത്തിന്റെ കരുത്തും കാട്ടുന്നുണ്ട്. എല്ലാത്തിലും ഉപരിയായി മെസ്സി എന്ന വമ്പന് വേണ്ടി കളിക്കുന്ന, ജീവൻ പോലും പണയം വെച്ച് കളിക്കുന്ന ഒരുപിടി താരങ്ങളും അവർക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഗാരി നെവിൽ പറഞ്ഞതുപോലെ ഫ്രാൻസിനെ വീഴ്ത്താൻ തക്ക തന്ത്രങ്ങളും കളിക്കാരും അർജന്റീനയുടെ പക്കൽ മാത്രമാണുള്ളത്. ഈ രണ്ട് ടീമുകളും ഫൈനൽ വരെ പരാജയം അറിയാതെ മുന്നേറുകയാണെങ്കിൽ 2026 ലോകകപ്പിന്റെ കലാശ പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലാസിക് മത്സരമായി മാറും. മാത്രമല്ല, ഗോൾഡൻ ബൂട്ടിനുള്ള വാശിയേറിയ പോരാട്ടത്തിന് കൂടി വേദിയൊരുങ്ങും. അനേകം ലോകകപ്പ് കണ്ട പരിചയവുമായി ഗോട്ട് ലയണൽ മെസ്സി, ഫ്രാൻസിന്റെ യുവരക്തം ദ അൺസ്റ്റോപ്പബിൾ എംബാപ്പയും ഒരിക്കൽ കൂടി നേർക്കുനേർ വന്നാൽ പീക്ക് ലെവൽ സംഭവം തന്നെയായിരിക്കും നടക്കാൻ പോവുകയെന്ന് ഉറപ്പിക്കാം. ഖത്തറിലെ തോൽവിക്ക് പകരമായി ഫ്രാൻസ് കിരീടം തിരിച്ചു പിടിക്കുമോ, അതോ അർജന്റീന തങ്ങളുടെ സിംഹാസനം നിലനിർത്തുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.